എൻ്റെ പേര് നിജ മറിയം ഗ്രിബു. ഞാൻ ബസേലിയസ് കോളേജിൽ 2018-21 ബാച്ചിൽ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. BSc ബോട്ടണിക്ക് ശേഷം ഞാൻ പഠിച്ചത് MSc മൈക്രോബയോളജി ആയിരുന്നു തിരുവല്ല മർത്തോമ കോളേജിൽ നിന്നും. അതിനുശേഷം ഞാൻ എറണാകുളത്ത് ഒരു ഫുഡ് ആൻഡ് ഡ്രഗ് മാനുഫാക്ചറിങ് കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോളറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ കറൻ്റ്ലി ദുബായിലാണ്. ദുബായിലൊരു ഫുഡ് മാനുഫാക്ചറിങ് കമ്പനിയിൽ ക്വാളിറ്റി എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുത്തത് ബോട്ടണി എടുക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ +2 കഴിഞ്ഞ് നോർമലി എല്ലാവരെയും പോലെ തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്തെടുക്കണം, ഏത് ഫീൽഡിലേക്ക് പോകണം, എന്ത് പഠിക്കണം എന്നുള്ളത്. പക്ഷേ ബസേലിയസ് കോളേജിൽ ഞാൻ ബോട്ടണി എടുത്തു. ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയാണ്. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് ഫീൽഡിലേക്ക് പോകണം, ഏതെടുത്താൽ ജോലി കിട്ടും, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് ഉള്ള കുറേ ആൾക്കാരുണ്ട്. ഞാനും കൺഫ്യൂഷനിലായിരുന്നു ബോട്ടണിക്ക് ശേഷം എന്ത് ചെയ്യണം. പക്ഷേ PG എടുക്കണമെന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് MSc മൈക്രോബയോളജിയാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഒരുപാട് ഇപ്പോൾ മൈക്രോബയോളജി എടുക്കുക അല്ലെങ്കിൽ പല ഫീൽഡിലേക്ക് പോകുക എന്നുള്ളത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് തന്നെ നമുക്ക് ടീച്ചേഴ്സ് പല ഗൈഡൻസും തരും. ഇതൊക്കെ പഠിക്കാം, ഏതൊക്കെ കോഴ്സ് പഠിക്കാം, ബോട്ടണി പഠിച്ചു കഴിഞ്ഞാൽ MSc ബോട്ടണി എന്ന് തന്നെ അല്ല, പല ഫീൽഡുണ്ട്. ഫീൽഡിലേക്ക് പോകേണ്ടവർക്ക് അങ്ങനെ പോവാം. അതിന് താല്പര്യമില്ലാത്തവർക്ക് പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഏതൊക്കെ പ്രൊഫഷണൽ കോഴ്സസ് പഠിച്ചാൽ ഏതൊക്കെ ജോലി കിട്ടും എന്നുള്ള ഗൈഡൻസ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മൈക്രോബയോളജി എടുക്കാനുള്ള കാരണം. അതുകൊണ്ട് ബോട്ടണി എടുക്കാൻ നിൽക്കുന്നവരും ബോട്ടണി കഴിഞ്ഞ് നിൽക്കുന്നവരും ഒന്നും കൺഫ്യൂഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകും. So guys, all the best and conquer your dreams. Thank you.